ഒരാഴ്ച മുമ്പായിരുന്നു ലഡാക്കിൽ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ലഡാക്ക് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് സോനം വാങ്ചുക്കിനെ പിടികൂടുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുള്ളതായി അന്ന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. എന്തായാലും ആ വിവരങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. അവിടെ പോലീസും അതോടൊപ്പം തന്നെ സൈനികരും സാധാരണക്കാരും എല്ലാവരെയും ഏറ്റുമുട്ടി 12-ലധികം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, പാക് അധിനിവേശ കാശ്മീരിൽ കുറച്ചു നാളുകളായി തന്നെ അവിടുത്തെ സർക്കാരിനെതിരെ, പാകിസ്ഥാന്റെ ഗവൺമെന്റിനെതിരെയും പട്ടാളത്തിനുമെതിരെയും വലിയ രീതിയിലുള്ള ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്, വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ആളിക്കത്തിയിരിക്കുന്നത്. ജനങ്ങൾ തെരുവിലാണ്, റോഡുകൾ ഉപരോധിക്കുന്നുണ്ട്, പ്രതിഷേധം ഓരോ നിമിഷവും വർദ്ധിക്കുകയാണ്. നമുക്കറിയാം മറ്റൊരു കാര്യം, ഇത് മുസാഫറാബാദിൽ നിന്നാണ് ഈ ഒരു ലോങ് മാർച്ച് തുടങ്ങുകയും അതിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഈ സൈനികർ ഇപ്പോൾ ഈ 12 പേരെ വെടിവെച്ചിരിക്കുന്നത്. പലർക്കും പരിക്കുണ്ട്. ഇതെന്തായാലും ആദ്യ സംഭവമല്ല. ഒരാഴ്ച മുൻപും ഇത്തരത്തിൽ അത് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശത്തിൽ പാകിസ്ഥാന്റെ വിമാനങ്ങൾ പറന്നെത്തി ബോംബിട്ട് അന്ന് സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും അടക്കം 30-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഓരോ നിമിഷവും ഓരോ ദിവസവും കൊലപ്പെടുത്തുന്ന ഒരു സൈനിക നേതൃത്വമായി മാറിയിരിക്കുകയാണ് അസീം മുനീറിന്റെ അവിടുത്തെ പട്ടാള നേതൃത്വം. ഒരു ഭാഗത്ത് ബലൂചിസ്ഥാനിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തുക, പിന്നീട് ഈ പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്തെ, അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശത്തെ കൊലപ്പെടുത്തുക. ഇപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് പാക് അധിനിവേശ കാശ്മീരിലെയും ജനങ്ങളെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ 370-ാം വകുപ്പ് ജമ്മു കാശ്മീരിൽ നിന്നും എടുത്തു മാറ്റിയതിന് പിന്നാലെ തന്നെ പലരും രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നതാണ്, ഇത് നമ്മേക്കാൾ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെ ആയിരിക്കും. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെ എല്ലാ കാലത്തും പാകിസ്ഥാൻ അടിമകളായി ഉപയോഗിച്ചിരുന്നു. തീവ്രവാദം വളർത്തുവാനുള്ള ഒരു ഫാക്ടറി മാത്രമായിരുന്നു അവർ അവിടെ കണ്ടിരുന്നത്. ഈ ഇന്ത്യയിലേക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾ കടത്തിവിടുന്നതിൽ പ്രധാന നേതാക്കളും ഈ കൊല്ലപ്പെടുന്നവരുടെയും ചരിത്രവും അവരുടെ സ്ഥലങ്ങളും പരിശോധിച്ചാൽ മുഴുവനായി അത് പാക് അധിനിവേശ കാശ്മീരിലായിരുന്നു. ഇന്ത്യ തുടർച്ചയായി 3 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. ആദ്യം മിന്നലാക്രമണങ്ങൾ, പിന്നീട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായ മേഖല ഈ പാക് അധിനിവേശ കാശ്മീരാണ്. അതിന് കാരണം ഇത്രമാത്രം പാകിസ്ഥാൻ സൈനികർ ഈ അതിർത്തി പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും യുവാക്കൾക്കും വലിയ രീതിയിൽ പണവും മയക്കുമരുന്നും അതോടൊപ്പം തന്നെ ഈ മതം അമിതമായി കുത്തിവെച്ച് ഇന്ത്യക്കെതിരെ ഒരു വികാരമുണർത്തി ഇന്ത്യക്കെതിരെ തിരിക്കുന്ന പരിപാടിയായിരുന്നു. പക്ഷെ അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. സമീപ പ്രദേശമായ ജമ്മു കാശ്മീരിൽ വലിയ രീതിയിൽ വികസനം ഉണ്ടാകുകയും ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ഒഴുകിയെത്തുകയും കോടാനുകോടി രൂപയുടെ ടൂറിസം ആ മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ മാറ്റമുണ്ടാകുമ്പോൾ അതിൻ്റെ സമീപ പ്രദേശമായ, അതിൻ്റെ അതിർത്തി പ്രദേശമായ പാക് അധിനിവേശ കാശ്മീരിലോ അവിടെ പട്ടിണിയും പരിവട്ടുമാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആ ജനങ്ങൾ ആ സർക്കാരിനെതിരെ രംഗത്തിറങ്ങുകയും ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ 12 പേരാണ്, സാധാരണക്കാരായ 12 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിനെതിരെ സ്വാഭാവികമായി തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകും. പലരും പറയുന്ന കാര്യമാണല്ലോ, സ്വാഭാവികമായി തന്നെ വരും കാലങ്ങളിൽ പാകിസ്ഥാൻ 3ആയി പിളരാനുള്ള സാധ്യതയുണ്ടെന്ന്. അത് ഇത്തരത്തിലാണ്. ആ 3 മേഖലകൾ ഇപ്പോൾ സജീവമായി തന്നെ സമരത്തിന്റെ പാതയിലാണ്. എത്ര നാളെ അവർക്ക് അടിച്ചമർത്താൻ കഴിയും? അത് നാം ബലൂചിസ്ഥാനിൽ കാണുന്നുണ്ടല്ലോ. ബലൂചിസ്ഥാൻ ആർമിക്കെതിരെ നിരന്തര ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, അവിടെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നുണ്ട്. അവർ ഒരടി പിന്നോട്ട് പോയിട്ടുണ്ടോ? അവർ ഒരടി പോലും പിന്നോട്ട് പോകാതെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ വിജയത്തിനായാണ് മുന്നോട്ട് പോകുന്നത്. കൊറ്റയിലുണ്ടായ 2 ദിവസം മുൻപുണ്ടായ സ്ഫോടനത്തിൽ പാകിസ്ഥാന്റെ സൈനികരെ കൊലപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ലേ? അവരുടെ സൈനിക താവളത്തിലേക്ക് കയറി, പാരാമിലിറ്ററി ഓഫീസിലേക്ക് കയറിയാണ് ആക്രമണം നടത്തിയത്. അങ്ങനെ പഴുതടച്ച ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യയെ ലക്ഷ്യമിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ പെഹൽഗാം അറ്റാക്ക്, അതും ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലുണ്ടായ വളർച്ചയെ തടയിടാൻ വേണ്ടിയായിരുന്നു, അവിടുത്തെ ടൂറിസം മേഖലയെ തടയിടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ കൃത്യമായ മറുപടി നൽകാനും സുരക്ഷ ഒരുക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. അവരെ ഭീകരവാദികളുടെ ഒളിത്താവളങ്ങളിൽ പോയി അവരെ കൊലപ്പെടുത്താൻ ഇന്ത്യൻ സൈനികർക്ക് കഴിഞ്ഞു. അങ്ങനെ കൃത്യമായ ഒരു നീക്കം നടത്തുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് വലിയ രീതിയിൽ ആ മേഖലയിൽ വളരാൻ കഴിയുന്നത്. പലരും പറയുന്നുണ്ട്,
എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുത്തില്ല? എന്തുകൊണ്ട് ഒരു അവസരം ലഭിച്ചതല്ലേ? ഇത് നരേന്ദ്രമോദിയുടെ പരാജയമാണ്, രാജ്നാഥ് സിംഗിന്റെ പരാജയമാണ്, അതോടൊപ്പം തന്നെ അമിത്ഷായുടെ പരാജയമാണ്. അങ്ങനെ പരാജയങ്ങൾ എണ്ണി പറഞ്ഞവർക്കാണോ അവിടുത്തെ ജനങ്ങൾ തന്നെ സ്വാഭാവികമാണ്. അത് രാജ്നാഥ് സിംഗിന്റെ പല പ്രസംഗങ്ങളും നാം പരിശോധിച്ചാൽ അറിയാം. ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന അദ്ദേഹം പലതവണ പറയുകയാണ്, അത് നാം സൈനികമായി അവിടെ ആക്രമിക്കേണ്ട കാര്യമില്ല, സ്വാഭാവികമായി തന്നെ ജനങ്ങൾ നമ്മോടൊപ്പം ചേരുമെന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുകയാണ്. അത് തന്നെയാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. അവിടുത്തെ സർക്കാരിനെതിരെയാണല്ലോ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്, സാധാരണക്കാരല്ലേ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ആ പാകിസ്ഥാൻ ഇനിയെങ്കിലും തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ, എന്ത് തെറ്റുതിരുത്താൻ തയ്യാറാകണമെങ്കിൽ അവർക്ക് നേരത്തെ ആകാമായിരുന്നു. അത് മറ്റൊരു കാര്യം. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാക് അധിനിവേശ കാശ്മീരിൽ നിരന്തരം നാശനഷ്ടങ്ങൾ സംഭവിച്ച ഭീകര ക്യാമ്പുകൾ ഇപ്പോൾ മറ്റൊരു അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോവുകയല്ലേ, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലേക്ക് പോവുകയല്ലേ. എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ അവിടെ പാക് ആർമിയുണ്ട്, അസീം മുനീറുണ്ട്. അസീം മുനീറിനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ രണ്ടാം ട്രംപാണ്. ഒന്നാം ട്രംപ് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായിരുന്നു. ഇസ്ലാമിക ഭീകരവാദത്തിന് ഇരയായ ഒരു രാജ്യമായിരുന്നു അമേരിക്ക. അത് നാം വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തോടു കൂടി തന്നെ നാം കണ്ടതാണല്ലോ. അങ്ങനെ ഇരയായ ഒരു രാജ്യം തന്നെയാണ് ഇപ്പോൾ അസീം മുനീറിനെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത്. അതിന്റെ തിരിച്ചടി അവർക്ക് സ്വാഭാവികമായും വരുംകാലങ്ങളിൽ ഉണ്ടാകും. അത് ഇനി അമേരിക്കയ്ക്ക് ഉള്ളിലാണോ, ഇനി അവരുടെ ബേസ് ക്യാമ്പുകൾ വിവിധ രാജ്യങ്ങളിലുണ്ടല്ലോ പാകിസ്ഥാന് സമീപത്തെ, ഇനി അവിടെയാണോ സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടാകും. അത് ഇന്ത്യക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യങ്ങളിൽ മൗനം പാലിച്ചു പോകുന്നത്. നിങ്ങൾ പാകിസ്ഥാനോടൊപ്പം കൂടുകയോ കൂടാതിരിക്കുകയോ, അസീം മുനീറിനെ അമേരിക്കയിൽ വിളിക്കുകയോ, ചുവപ്പ് പരവതാനി വിളിച്ച് ആഹാരം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്തോ ചെയ്തു. അവസാനം നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് ലഭിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാം. അത് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായല്ലോ. ചൈന വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ ബലൂചിസ്ഥാൻ മേഖലയിൽ നടപ്പിലാക്കി. അവസാനം അവരുടെ പൗരന്മാരെ ബലൂചിസ്ഥാൻ ആർമി കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ. അങ്ങനെ ആ രാജ്യത്തുള്ളിൽ വലിയ പ്രതിസന്ധിയാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടുത്തെ രാജ്യത്തിന്റെ പ്രധാന പരിപാടി എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ വേട്ടയാടുക. ഇപ്പോൾ ആ രാജ്യത്ത് ഒരു ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ ഒരു കോമാളി രാജ്യമല്ലേ. അതിനെയാണ് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ചിലരെല്ലാം വലിയ രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പിന്തുണയ്ക്കുന്നത് കണ്ട്. ഇപ്പോൾ ഏറ്റവും കോമാളി രാജ്യത്തിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആണല്ലോ. ആ മത്സരത്തിൽ ഈ പാകിസ്ഥാൻ പരാജയപ്പെടുകയും ട്രോഫിയുമായി അദ്ദേഹം മുങ്ങുകയും ചെയ്തു. അതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു അന്തസ്സ്. കോമാളി രാജ്യമായി മാറിയിരിക്കുകയാണ്. ആ കോമാളി രാജ്യം പണ്ട് 1971 ഒരു പിളർപ്പുണ്ടായി ഇന്ത്യയുടെ സഹായത്തോടു കൂടി തന്നെ. അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും ഉണ്ടാവുക, വരും വർഷങ്ങളിലും ഉണ്ടാവുക. പാകിസ്ഥാൻ അസീം മുനീർ അങ്ങ് പൂർണ്ണമായി തന്നെ ഭരിക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് നിലവിൽ വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിലേക്കുള്ള വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്. ആ പ്രക്ഷോഭങ്ങൾ അവസാന ഘട്ടത്തിൽ ഇത് എങ്ങനെ അവസാനിപ്പിക്കുമെന്ന രീതിയിലേക്ക് പോവുകയാണ് പാകിസ്ഥാന്റെ ചിന്താഗതി. അതിനെതിരെ ഇപ്പോൾ സ്വാഭാവികമായി ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ വരുമ്പോൾ നാം കാണുന്നത് എന്താണ്? ഇന്ത്യയെ ആക്രമിക്കുക, അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം സംഘടിപ്പിച്ച് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ പറയുക ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു, ഇരവാദം ഉന്നയിക്കും. ഗാസയിൽ കാണുന്നത് പോലെ ഇരവാദം ഉന്നയിച്ച് ഞങ്ങളെ ഇന്ത്യ ആക്രമിക്കുകയാണ്, ഞങ്ങൾ ലോക സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്, അവർ ഞങ്ങളെ ആക്രമിക്കുകയാണ്, വേട്ടയാടുകയാണ്. പിന്നെ ഒരു ഇരവാദത്തിന്റെ കഥ തന്നെ നാം പിന്നീട് കേൾക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ ജനങ്ങൾ തെരുവിലാണ്, സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അവരെ വെടിയുണ്ടകൾ കൊണ്ടാണ് ഇപ്പോൾ പാക് സൈനികർ നേരിടുന്നത്. പക്ഷെ അത് എത്ര നാൾ അവർക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.